ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ഫണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വീഡിയോ ഇടുകയാണ്. ആദ്യം ആ സമയത്ത് ഒരു കൊറോണ സമയത്താണ്, ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലായിരുന്ന സമയത്താണ് ഓൺലൈനായിട്ട് ജോബൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോസൊക്കെ കുറേ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം വീണ്ടും ജോബിലേക്ക് തിരിച്ചു പോയി. ഒന്നാമത് എൻ്റെ ഒരു പ്രൊഫഷൻ ടീച്ചിങ് ആണ്. ആ ടീച്ചിങ്ങിൽ കൂടുതൽ വർക്കുണ്ട്. പിന്നെ ഞാൻ ജോബുമായിട്ട് നല്ല പാഷനേറ്റാണ്. അതുകൊണ്ട് തന്നെ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് വാങ്ങിയ ഒരു ഫോണ് ക്ലാരിറ്റിയൊക്കെ അന്നേരം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഫോണിൻ്റെ ക്ലാരിറ്റിയൊക്കെ കുറഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു. ആ സെയിം ഫോൺ തന്നെയാട്ടോ ഇതിനു വേണ്ടി ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 3-4 വർഷമായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തത്. പുതിയൊരു ഫോൺ വാങ്ങാനുള്ള അവസ്ഥയിലല്ല ഇപ്പോൾ. കാരണം വീണ്ടും കൊറോണ പോലെ തന്നെ വീട്ടിൽ നമ്മൾ ഒരു ഫ്രീ ആയ ഒരു അവസ്ഥ വന്നു. കാരണം ഒരു അസുഖം സ്ഥിരീകരിച്ചു. ആർക്കും വരരുത് നമ്മൾ വിചാരിക്കുന്ന ക്യാൻസർ എനിക്ക് വന്നിട്ടുള്ളത് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ക്യാൻസറിൻ്റെ കുറച്ച് സിവിയർ ആയിട്ടുള്ള ഒരു കേസാണ്. ഇപ്പോൾ അറിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. അപ്പോൾ നമ്മളത് ടെസ്റ്റ് 14-ാം തീയതിയാണ്. നമ്മൾ കഴിഞ്ഞ മാസം ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻസ് ഡേൻ്റെ അന്നാണ് ഞാൻ എൻ്റെ രോഗത്തിനെ കുറിച്ച് അറിഞ്ഞത്. ഫെബ്രുവരി 15-ാം തീയതിയാണ് അത് കറക്റ്റ് കൺഫേം ചെയ്തത്. എനിക്കിപ്പോഴും ആ ദിവസം നല്ല ഓർമ്മയുണ്ട്. ഫെബ്രുവരി 15-ാം തീയതി ഞങ്ങൾ വയനാട്ടുകാരാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എനിക്കൊരു നെഞ്ചുവേദന വന്നിട്ടാണ് അസുഖം അറിഞ്ഞതൊക്കെ. അപ്പോൾ 1 മാസമായി ഇങ്ങനെ ഇരിക്കുന്നു, എന്ത് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 1 മാസം കുറച്ച് ബോഡീൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. നെഞ്ചുവേദന ഉണ്ടായിരുന്നു, പനി, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സമയം ഹോസ്പിറ്റലിൻ്റെ ഇതുമായിട്ട് തന്നെ കയറിപ്പോയി. ഇപ്പോൾ ബോഡിയൊക്കെ ഒരു കീമോ കഴിഞ്ഞു. ആ കീമോ കഴിഞ്ഞപ്പോൾ ബോഡിയൊക്കെ ഇപ്പോൾ കുറച്ച് ഓക്കെ ആയി. ഞാനും കുറച്ച് ഓക്കെ ആയി. ഇനി സമയം എങ്ങനെ കളയണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത കീമോ നെക്സ്റ്റ് ട്യൂസ്ഡേ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓരോ ദിവസത്തെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അസുഖത്തിൻ്റെ സ്റ്റേജും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത് വെച്ചാൽ, എനിക്ക് ഇങ്ങനൊരു അസുഖം വന്നപ്പോൾ ഞാൻ ആദ്യം സെർച്ച് ചെയ്തത് ഇത് വന്ന ഒരാളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതറിയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്കും കൂടെ ഒരു ഉപയോഗമാവട്ടെ. നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, നമ്മളെങ്ങനെയാണ് ഇതിലൂടെ കടന്നു പോകുന്നത്, നല്ല ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണോ എന്നൊക്കെ അറിയാനും ഈ ഒരു സമയം എനിക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. പിന്നെ എൻ്റെ തോട്ട്സ്, എൻ്റെ ചിന്തകൾ, എൻ്റെ കവിതകൾ, എൻ്റെ എഴുത്തുകൾ ഒക്കെ ഈ സമയത്ത് എനിക്ക് മറ്റുള്ളവരിലേക്ക്, സോഷ്യൽ മീഡിയ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ കാര്യത്തിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.